السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. നിങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയ വിഷയം ബ്രെയിൻ ചിപ്പ്. ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയും കമ്പ്യൂട്ടർ സയൻസിലെ പുരോഗമനവും മതവിദ്യാർത്ഥികൾ എന്ന നിലയിൽ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്താണ് ബ്രെയിൻ ചിപ്പ്? അതിലേക്ക് വരാം. അതിനു മുമ്പ് മനുഷ്യൻ്റെ തലച്ചോറിനും കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയ വിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് 2016 ടെസ്ല തലവൻ മസ്ക് എന്ന് പറയുന്നയാൾ ന്യൂറോ ടെക്നോളജി കമ്പനിയായി ന്യൂറാലിങ്കിനെ ഈ ലോകത്തോട് പരിചയപ്പെടുത്തുന്നത്. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം ന്യൂറാലിങ്ക് വികസിപ്പിച്ച ബ്രെയിൻ ചിപ്പ് ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ഘടിപ്പിച്ചത് 9 മാസങ്ങൾക്ക് മുമ്പാണ്. 1 വർഷം തികഞ്ഞില്ല. ഈ ന്യൂറാലിങ്കിൽ നിന്നുള്ള ആദ്യത്തെ ബ്രെയിൻ ഇംപ്ലാന്റിന് നൽകിയ പേര് ടെലിപ്പതി എന്നാണ്. ഇതിൻ്റെ ഉദ്ദേശം പക്ഷാഘാതമോ മറ്റോ കാരണം തളർവാദത്തിലേർപ്പെട്ട മനുഷ്യരുടെ ചിന്തകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുകളും എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നാണ് ഇതുകൊണ്ട് മസ്ക് ഉദ്ദേശിച്ചത്. അങ്ങനെ ആദ്യമായി 9 മാസങ്ങൾക്ക് മുമ്പ് ഇത് ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ പതിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ആശങ്കകളുണ്ടായി. ആയിടക്കാണ് ട്വിറ്ററിൽ മസ്ക് ഒരു കുറിപ്പ് എഴുതുന്നത്. ആ കുറിപ്പ് ഞാൻ വായിക്കാം. നല്ല പുരോഗതിയാണ് കാണാൻ സാധിക്കുന്നത്. രോഗി പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി തോന്നുന്നു. നമ്മുടെ അറിവിൽ ദോഷഫലങ്ങളൊന്നും തന്നെയില്ല. ചിന്തയിലൂടെ ആൾക്ക് സ്ക്രീനിന് ചുറ്റും മൗസിനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. ഇങ്ങനെ ബ്രെയിൻ ചിപ്പ് എന്ന പേരിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും ഇതിനെ ചർച്ച ചെയ്തു. കാരണം ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം എല്ലാം ഉൾക്കൊള്ളാൻ പര്യാപ്തമായതാണ്. ആ നിലയിൽ നമ്മളും അത് ചർച്ചക്കെടുക്കുകയാണ്. ആദ്യമായി നമ്മളുമായി സംവദിക്കാനുള്ളത് യാസിർ ഇർഫാനി ഉസ്താദാണ്. എന്താണ് ഇങ്ങനെയൊരു ബ്രെയിൻ ചിപ്പ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനം എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബ്രെയിൻ ചിപ്പ് അല്പം മാസങ്ങൾക്ക് മുമ്പാണ് മനുഷ്യനിൽ ഘടിപ്പിച്ച് പരീക്ഷണം നടത്തിയിട്ടുള്ളത്. നിലവിൽ അത് പരീക്ഷണം നടത്തിയിട്ടുള്ളത് തളർവാദം ബാധിച്ച ആളിലാണ്. മെഡിക്കൽ സയൻസ് ഈ പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഘടിപ്പിക്കൽ വളരെ സൂക്ഷ്മമായ സർജറി മൂലമേ കഴിയുകയുള്ളൂ എന്നാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഇതിൻ്റെ വിധി എന്താണ്, ഇത് ഘടിപ്പിക്കാമോ എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇസ്ലാം ആവശ്യമായ കാര്യങ്ങളെ, മനുഷ്യന് നന്മയായ കാര്യങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. മനുഷ്യന് ഉപദ്രവമാവുന്ന കാര്യങ്ങൾ മനുഷ്യവീക്ഷണത്തിൽ
നന്മയാണെന്ന് തോന്നിയാലും ഇസ്ലാം അത് നിരോധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ബ്രെയിൻ ചിപ്പ് ഘടിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മമായൊരു സർജറി ആവശ്യമാണ്. അത് ഘടിപ്പിക്കുക എന്നത് വളരെ സാഹസികവുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നിന്നും ഉലമാഇൻ്റെ വീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ശരീരത്തിൽ നിന്നും ഒരു ഭാഗം മുറിക്കാനോ കീറാനോ സർജറി ചെയ്യാനോ പറ്റുന്ന സന്ദർഭവും പറ്റാത്തതുമുണ്ട്. ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യന് അവന് സ്വമേധയാ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സമ്മതം കൊടുത്ത് അവന് വേണ്ടി ഇവൻ ചെയ്യുമ്പോൾ തുഹ്ഫയിൽ നമുക്ക് കാണാം. തുഹ്ഫ 9-ാം ജുസ് 193-ാം പേജിൽ കിതാബ് സയാലിൽ പറയുന്നത് കാണാം. മുസ്തഖില്ലായ ആൾ അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാൾ ശരീരത്തിൽ നിന്നും അധികമായി നിൽക്കുന്ന മുഴ പോലത്തത് നീക്കം ചെയ്യുമ്പോൾ അവന് ആവശ്യമുണ്ടെങ്കിൽ അവന് ചെയ്യാം. ഇസാലത്തിൽ ശൈനിഹ മിൻ ഗൈരി ലററിൻ, ശരീരത്തിന് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ ശരീരത്തിലുള്ള ഒരു ന്യൂനത നീക്കാൻ എന്നാണ് തുഹ്ഫ പറയുന്നത്. മുഗനിയിൽ കാണാം ഈ സ്ഥലത്ത് തന്നെ ലിയന്നലഹു ഗറളൻ ഫി ഇസാലത്തി ശൈനി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും സംഗ്രഹിച്ചെടുക്കാനുള്ളത് സർജറി ചെയ്യുമ്പോൾ ആദ്യമായി നമുക്ക് ഒരു ആവശ്യമുണ്ടായിരിക്കണം. അനാവശ്യമായി ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആവശ്യമുണ്ടാകുമ്പോൾ തന്നെ എപ്പോഴും ചെയ്യാമോ? നമുക്ക് മനസ്സിലാക്കാം, മിൻഹാജിൻ്റെ ഇബാറത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, വലി മുസ്തഖില്ലിൻ ഖത്ഉ സിൽഅത്തിൻ ഇല്ലാ മഖൂഫത്തൻ ലാ ഖതറ ഫീ തർക്കിഹ അബിൽ ഖതറു ഫീ ഖത്ഇഹ അക്സറു. ഇത് തുഹ്ഫ വിശദീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് സംഗ്രഹിച്ചെടുക്കാനുള്ളത് ഇത്തരത്തിൽ ശരീരം മുറിക്കാൻ പറ്റാത്ത 2 സന്ദർഭമാണുള്ളത്. ഒന്ന്, അത് സർജറി ചെയ്യാതെ നിലനിർത്തുന്നതിൽ അപകടമില്ല, സർജറി ചെയ്യുന്നതിൽ അപകടമുണ്ട്. ഈ സന്ദർഭത്തിൽ ഹറാമാണ്, നിഷിദ്ധമാണ്, പാടില്ല. അതുപോലെ തന്നെ മുറിക്കുന്നതിലും അല്ലെങ്കിൽ സർജറി ചെയ്യുന്നതിലും ചെയ്യാതിരിക്കുന്നതിലും അപകടമുണ്ട്. സർജറി ചെയ്യുന്നതിലാണ് കൂടുതൽ അപകടം. ഈ സന്ദർഭത്തിലും സർജറി പാടില്ല, ഇത്തരത്തിലുള്ള കീറി മുറിക്കൽ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം തുഹ്ഫയുടെ വിശദീകരണത്തിൽ നിന്നും. അതല്ലാത്ത സന്ദർഭത്തിലെല്ലാം അനുവദനീയമാണ്. ഉദാഹരണമായിട്ട് സർജറി ചെയ്യുന്നതിലും ചെയ്യാതിരിക്കുന്നതിലും അപകടമില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടും ഒരുപോലെയാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെല്ലാം അനുവദനീയമാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് സംഗ്രഹിച്ചെടുക്കാനുള്ളത്, നിലവിൽ നാം ചർച്ച ചെയ്യുന്ന ബ്രെയിൻ ചിപ്പ് ഘടിപ്പിക്കുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മമായ സർജറി വേണ്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ആവശ്യമുണ്ടോ എന്നതാണ്. ഒരാൾക്ക് അതിന് ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് സ്വന്തമായി ജീവിക്കാനുള്ള ഉപജീവന മാർഗമില്ല. ഇത്തരത്തിൽ ഇത് ഘടിപ്പിച്ച് ഇതുകൊണ്ട് അയാൾക്ക് ഡിവൈസുകൾ പ്രവർത്തിപ്പിച്ച് അയാൾക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ അതുപോലത്തെ കാരണങ്ങൾ, ആവശ്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, അപകടവുമില്ല എങ്കിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ ഘടിപ്പിക്കാവുന്നതാണ്. അല്ലാത്ത സന്ദർഭത്തിൽ നിഷിദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉസ്താദിൻ്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഇങ്ങനെ ഒരു ബ്രെയിൻ ചിപ്പ് സൂക്ഷ്മമായ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നതിനാൽ പറ്റില്ല എന്നാണ് ഉസ്താദിൻ്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത്. എന്നാൽ എല്ലാ സമസ്യകൾക്കും ഇസ്ലാമിക ശാസ്ത്രം, കർമ്മശാസ്ത്രം മറുപടി നൽകുന്നുണ്ട്. ഇനി ഒരാളിൽ ബ്രെയിൻ ചിപ്പ് ഘടിപ്പിക്കുകയാണെങ്കിൽ, അതായത് ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞു, എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് അദ്ദേഹത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നാണ് നമ്മുടെ ഷുഹൈബ് ഉസ്താദ് നമ്മളുമായി സംവദിക്കുന്നത്. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്ന മതം അത് സമ്പൂർണവും സമഗ്രവുമാണ്.
ഏതു കാലത്തും ഏതു തരത്തിലുള്ള നൂതനമായ ഏത് സംവിധാനങ്ങൾ വന്നാലും അതിനെല്ലാം പരിഹാരം അത് ഇസ്ലാം ദീനിലുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ നൂതനമായ ഇന്നോവേറ്റീവായ ഒരു കാര്യമാണ് ഈ ബ്രെയിൻ ചിപ്പ് അഥവാ നമ്മുടെ തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ഒരു ചിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം നേരത്തെ വിശദീകരിച്ചു. മനുഷ്യ തലച്ചോറിനെയും കമ്പ്യൂട്ടറുകൾക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഡിവൈസാണ്, ഒരു ടൂളാണ്. ഈ ടൂള് ഒരാളുടെ തലച്ചോറിൽ ഘടിപ്പിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തക്ലീഫിന് യാതൊരു തരത്തിലുള്ള കോട്ടവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായി ഈ തക്ലീഫ് എന്ന ഇതിൽ ബുദ്ധിയുടെ സ്ഥാനം പരിഹാരമാണ്. മറ്റ് നിബന്ധനകളൊത്താൽ തക്ലീഫ് അദ്ദേഹത്തിനുണ്ടാകും. ഇനി ഈ ചിപ്പ് ഘടിപ്പിച്ചതുകൊണ്ട് വല്ല കാര്യങ്ങളും അനുവദനീയമോ നിഷിദ്ധമോ ആകുന്നുണ്ടോ എന്നതാണ്. ഈ ചിപ്പ് ഘടിപ്പിച്ചതുകൊണ്ട് പ്രത്യേക തരത്തിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും അനുവദനീയമോ അല്ലെങ്കിൽ നിഷിദ്ധമോ ആവുന്നില്ല. അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചിപ്പിനെ ഉപയോഗിച്ചത് എങ്കിൽ ആ ചിപ്പ് അനുവദനീയമായ പ്രവർത്തനമാകും. അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യത്തിനാണ് ഇത് ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ ആ കാര്യം നിഷിദ്ധമാവുകയും ചെയ്യും എന്ന് മാത്രം. ഇതിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയുടെ 2:72 വിശദീകരിക്കുന്നത് കാണാം. ലാ തസ്ഖുതു അൻഹു സ്വലാത്തു മാദാമ അഖ്ലുഹു സാബിത. ഒരാളുടെ ബുദ്ധിയുള്ള കാലത്തോളം, ബുദ്ധി സ്ഥിരപ്പെട്ടിട്ടുള്ള കാലത്തോളം അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഈ തക്ലീഫുകളും, നിസ്കാരത്തെ പറ്റിയാണ് അവിടെ ഉദ്ദേശിച്ചത്, ആ നിസ്കാരത്തെ പോലെയുള്ള മറ്റു ഏതൊരു തരത്തിലുള്ള തക്ലീഫും അദ്ദേഹത്തെ തൊട്ട് നീങ്ങിപ്പോകുന്നില്ല. ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിലേക്ക് സൂചന എന്നോണം നമുക്ക് ലഭ്യമാണ്. ബ്രെയിൻ ചിപ്പുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ഏറ്റവും നൂതനമായ ബ്രെയിൻ ചിപ്പ് പോലും നമ്മുടെ പൂർവകാല ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് യഥേഷ്ടം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതാണ് ഈ ചർച്ചയുടെ പരിസമാപ്തിയിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഫിഖ്ഹ് എല്ലാം ഉൾക്കൊള്ളാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പര്യാപ്തമാണ് എന്ന് ഈ ചർച്ച നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമ്മൾ ഈ ചർച്ചയെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.